ഖിലാഫത്തുർ റാഷിദ, നീതിയുടെയും പരിവർത്തനത്തിൻ്റെയും യുഗം. AD 632. ലോകചരിത്രത്തിലെ നിർണായകമായ ഒരു നിമിഷം. ലക്ഷക്കണക്കിന് വിശ്വാസികൾക്ക് മാർഗദർശനം നൽകിയ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദൗത്യം പൂർത്തിയാക്കി ഈ ലോകത്തോട് വിട പറഞ്ഞ സമയം. മുത്തുനബിയില്ലാത്ത ഇസ്ലാമിക സമൂഹം ഒരു ശൂന്യതയിലേക്ക് നോക്കി നിന്നു. ആരായിരിക്കും ഈ രാഷ്ട്രത്തെ ഇനി നയിക്കുക? പ്രവാചകത്വത്തിന് ശേഷം ഇസ്ലാമിക സമൂഹത്തെ നയിക്കാൻ കൂടിയാലോചനകളിലൂടെയും തിരഞ്ഞെടുപ്പിലൂടെയും രൂപം കൊണ്ട ഭരണക്രമമാണ് ഖിലാഫത്ത്. ആദ്യത്തെ ഈ 4 ഭരണാധികാരികളെ ചരിത്രം അടയാളപ്പെടുത്തിയത് ഖുലഫാ ഉർ റാഷിദീൻ അഥവാ നീതിനിഷ്ഠരായ ഖലീഫമാർ എന്നാണ്. വെറും രാഷ്ട്രീയ നേതൃത്വമായിരുന്നില്ല ഇത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു എന്നീ 4 ഭരണാധികാരികളുടെ ഭരണം ഖുർആനും മുത്തുനബിയുടെ ചര്യകളും അടിസ്ഥാനമാക്കിയാണ്. അവരുടെ ജീവിതം ലാളിത്യത്തിൻ്റെയും അവരുടെ ഭരണം നീതിയുടെയും ഉദാഹരണമായിരുന്നു. ഏകദേശം 30 വർഷം മാത്രം നീണ്ടുനിന്ന ആ സുവർണ യുഗത്തിലൂടെയുള്ള ഒരു യാത്ര. മുത്തുനബിയുടെ ഉറ്റമിത്രവും പ്രഥമ അനുയായിയുമായിരുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് ആദ്യ ഖലീഫയായി തിരഞ്ഞെടുക്കപ്പെട്ടത്. അവരുടെ തിരഞ്ഞെടുപ്പ് ജനാധിപത്യപരമായ കൂടിയാലോചനകളിലൂടെയുള്ള ഇസ്ലാമിക ഭരണത്തിൻ്റെ തുടക്കമായിരുന്നു. എന്നാൽ അവരുടെ ഭരണം ആരംഭിച്ചത് വലിയ ആഭ്യന്തര പ്രതിസന്ധികളോടെയാണ്. മുത്തുനബിയുടെ വിയോഗം മുതലെടുത്ത് ചില ഗോത്രങ്ങൾ സക്കാത്ത് നൽകാൻ വിസമ്മതിച്ചു. മുസൈലിമത്തുൽ കദ്ദാബ് ഉൾപ്പെടെയുള്ള ചിലർ കള്ളപ്രവാചകത്വം വാദിച്ചു. ഇസ്ലാമിക രാഷ്ട്രം ശിഥിലമാകുമെന്ന ഘട്ടത്തിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു കണിശമായ നിലപാടെടുത്തു. റിദ്ദത്ത് യുദ്ധങ്ങളിലൂടെ അവർ വിമതരെ അടിച്ചമർത്തി ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ അടിത്തറ ഉറപ്പിച്ചു. അവരുടെ ഏറ്റവും വലിയ സംഭാവനകളിൽ ഒന്നാണ് ഖുർആൻ ക്രോഡീകരണം. യമാമ യുദ്ധത്തിൽ ധാരാളം ഖുർആൻ മനഃപ്പാഠമാക്കിയവർ രക്തസാക്ഷികളായപ്പോൾ ഖുർആൻ ഗ്രന്ഥരൂപത്തിൽ ശേഖരിക്കാൻ അവർ നിർദ്ദേശം നൽകി. ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണത്തെ സംരക്ഷിച്ചു. ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യ ഖലീഫ 2 വർഷം 3 മാസം ഭരണം നടത്തി 63-ാം വയസ്സിൽ ഈ ലോകത്തോട് വിട പറഞ്ഞു. അബൂബക്കർ റളിയല്ലാഹു അൻഹു നാമനിർദ്ദേശം ചെയ്തതിനെ തുടർന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണമേറ്റു. ഇവർ ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും പ്രഗത്ഭരായ ഭരണാധികാരികളിൽ ഒരാളായി കണക്കാക്കപ്പെടുന്നു. അമീറുൽ മുഅ്മിനീൻ, വിശ്വാസികളുടെ നേതാവ് എന്ന സ്ഥാനപ്പേര് ആദ്യമായി സ്വീകരിച്ചത് ഉമർ റളിയല്ലാഹു അൻഹു ആണ്. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്താണ് ഇസ്ലാമിക സാമ്രാജ്യം അതിവേഗം വികസിച്ചത്. പേർഷ്യൻ സാമ്രാജ്യത്തെയും റോമൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗങ്ങളെയും ഇസ്ലാമിക ഭരണം കീഴടക്കി. സിറിയ, ഈജിപ്ത്, പേർഷ്യ എന്നിവിടങ്ങളിലേക്ക് ഇസ്ലാമിൻ്റെ വെളിച്ചമെത്തി. ഈ വിജയങ്ങളെല്ലാം സൈനിക ശക്തിയിൽ മാത്രം അധിഷ്ഠിതമായിരുന്നില്ല, മറിച്ച് ഇസ്ലാമിൻ്റെ നീതിയിലുള്ള വിശ്വാസം കൂടിയായിരുന്നു. AD 638 ജെറുസലേം കീഴടക്കിയപ്പോൾ അവർ കാണിച്ച നീതിയും മതസഹിഷ്ണുതയും ലോകചരിത്രത്തിൽ സമാനതകളില്ലാത്തതാണ്. അവിടുത്തെ ക്രൈസ്തവ മേധാവിയുമായി ഒപ്പുവെച്ച ഉമരിയ ഉടമ്പടി വിശ്വാസ സ്വാതന്ത്ര്യത്തിന് ഉറപ്പ് നൽകി. ആരാധനാലയങ്ങൾക്ക് സംരക്ഷണം നൽകി. ഒരു ആധുനിക ഭരണകൂടത്തിൻ്റെ ചട്ടക്കൂട് അവർ സ്ഥാപിച്ചു. പുതിയ പ്രവിശ്യകൾ സ്ഥാപിച്ചു. ദീവാൻ, ബൈത്തുൽമാൽ, നീതിന്യായ വ്യവസ്ഥയ്ക്ക് ഖാലിമാരെ നിയമിക്കൽ, ഇസ്ലാമിക ചരിത്രത്തെ അടിസ്ഥാനമാക്കിയുള്ള ഹിജ്റ കലണ്ടർ എന്നിവ സ്ഥാപിച്ചത് ഉമർ തങ്ങളാണ്. നീതിയുടെ കാര്യത്തിൽ
രാജാക്കന്മാർക്ക് പോലും മാതൃകയായിരുന്ന ഉമർ റളിയല്ലാഹു അൻഹു ഒരു സാധാരണക്കാരനെ പോലെ ജീവിക്കുകയും രാത്രികളിൽ വേഷം മാറി ജനങ്ങളുടെ കഷ്ടപ്പാടുകൾ നേരിട്ട് മനസ്സിലാക്കുകയും ചെയ്തു. 10 വർഷം 6 മാസത്തെ ഭരണത്തിനു ശേഷം AD 644 ഒരു പേർഷ്യൻ അടിമയുടെ കുത്തേറ്റ് അവർ രക്തസാക്ഷിയായി. ഷൂറ തിരഞ്ഞെടുത്തതിനെ തുടർന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖലീഫയായി. സൗമ്യതയും ഔദാര്യവും കൊണ്ട് ശ്രദ്ധേയരായ അവർ ഇസ്ലാമിക രാഷ്ട്രത്തിൻ്റെ വികസനം കൂടുതൽ വിപുലീകരിച്ചു. കിഴക്കൻ ഭാഗങ്ങളിൽ ഖുറാസാനിലേക്കും വടക്കൻ ആഫ്രിക്കൻ തീരങ്ങളിലേക്കും ഭരണം വ്യാപിച്ചു. ഇസ്ലാമിക ചരിത്രത്തിലെ ആദ്യത്തെ നാവികസേന രൂപീകരിച്ചത് ഉസ്മാൻ തങ്ങളാണ്. അവരുടെ ഏറ്റവും വലിയ സംഭാവനകളിൽ ഒന്ന് ഖുർആൻ ഏകീകരണം ആയിരുന്നു. വിവിധ പ്രവിശ്യകളിൽ ഖുർആൻ പാരായണത്തിൽ വ്യത്യാസങ്ങൾ കണ്ടപ്പോൾ അവർ പ്രാമാണികമായ ഒരൊറ്റ മുസഹഫ് തയ്യാറാക്കുകയും അത് എല്ലാ പ്രധാന കേന്ദ്രങ്ങളിലേക്കും അയക്കുകയും ചെയ്തു. ഇത് ഖുർആനിൻ്റെ തനിമ സംരക്ഷിച്ചു. ഒടുവിൽ 11 വർഷം 11 മാസം ഭരണം നടത്തി AD 656 ഖുർആൻ പാരായണം ചെയ്യവേ സ്വന്തം വീട്ടിൽ വെച്ച് അവർ രക്തസാക്ഷിയായി. ഇതോടെ ഇസ്ലാമിക സമൂഹത്തിൽ ആദ്യത്തെ ഫിത്ന ഉടലെടുത്തു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ രക്തസാക്ഷിത്വത്തിന് ശേഷം പ്രവാചകൻ്റെ മരുമകനും ധീരനുമായിരുന്ന അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഖലീഫയായി. അവരുടെ ഭരണകാലം ആരംഭിച്ചത് തന്നെ രാഷ്ട്രീയപരമായ കുഴപ്പങ്ങളുടെയും രക്തസാക്ഷിത്വത്തെ ചൊല്ലിയുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുടെയും നടുവിലായിരുന്നു. ഇസ്ലാമിക സമൂഹം ആദ്യമായി പരസ്പരം പോരടിച്ച ജമൽ യുദ്ധം, സുഫീൻ യുദ്ധം എന്നിവ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ ഭരണത്തിൽ നടന്നു. തലസ്ഥാനം മദീനയിൽ നിന്ന് കൂഫയിലേക്ക് മാറ്റേണ്ടിയും വന്നു. തുടർച്ചയായ ആഭ്യന്തര കലഹങ്ങൾ ഖിലാഫത്തിനെ ദുർബലപ്പെടുത്തി. ഒടുവിൽ AD 661 ഒരു വിമത വിഭാഗമായ ഖവാരിജുകളിലെ ഒരംഗത്തിൻ്റെ കുത്തേറ്റ് അവർ രക്തസാക്ഷിയായി. 4 വർഷം 9 മാസത്തെ ഭരണത്തിനൊടുവിൽ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ വിയോഗത്തോടെ തിരഞ്ഞെടുക്കപ്പെട്ട ഭരണാധികാരികളുടെ ഖിലാഫത്തുർ റാഷിദയുടെ യുഗം അവസാനിച്ചു. പിന്നീട് ഭരണം പാരമ്പര്യമായി കൈമാറുന്ന ഉമയ്യദ് ഭരണകൂടത്തിന് തുടക്കമായി. പൈതൃകം വെറും 3 പതിറ്റാണ്ട് മാത്രം നീണ്ടുനിന്ന ഈ ഭരണകാലം ലോകത്തിന് മുന്നിൽ ഒരു മാതൃകാ ഭരണകൂടത്തിൻ്റെ ചിത്രം വരച്ചുകാട്ടി. ഖിലാഫത്തുർ റാഷിദയുടെ ഏറ്റവും വലിയ പൈതൃകം നീതി. ഭരണാധികാരികൾ പോലും നിയമത്തിന് അതീതരല്ലായിരുന്നു. ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് ഒരു ജൂതൻ്റെ പരാതിയിൽ ഖാലി ഖലീഫയ്ക്കെതിരായി വിധി പുറപ്പെടുവിച്ചത് ഈ നീതിക്ക് ഉത്തമ ഉദാഹരണമാണ്. ലാളിത്യം. ഖലീഫമാർ കൊട്ടാരങ്ങളിലോ ആഡംബരങ്ങളിലോ ജീവിച്ചില്ല. ജനങ്ങളോടൊപ്പം സാധാരണ വസ്ത്രം ധരിച്ച് നടന്നു. അവരുടെ പൊതുജീവിതത്തിലെ ലാളിത്യം ധനം പൊതുസ്വത്താണെന്ന ബോധ്യം ഊട്ടിയുറപ്പിച്ചു. മതസഹിഷ്ണുത. കീഴടക്കിയ പ്രദേശങ്ങളിലെ അമുസ്ലിമീങ്ങൾക്ക് ജിസിയ ഈടാക്കി പകരം അവർക്ക് ആരാധനാ സ്വാതന്ത്ര്യവും സൈനിക സേവനത്തിൽ നിന്നുള്ള ഒഴിവുകളും നൽകി. ന്യൂനപക്ഷങ്ങൾക്ക് അവരുടെ നിയമപ്രകാരം ജീവിക്കാനും ആരാധനാലയങ്ങൾ സംരക്ഷിക്കാനും അനുമതി നൽകി. ഭരണ സംവിധാനം. ദീവാൻ, ബൈത്തുൽമാൽ, ഹിജ്റ കലണ്ടർ, സൈനിക കേന്ദ്രങ്ങൾ എന്നിവ സ്ഥാപിച്ചത് ഭാവിയിലെ വലിയ സാമ്രാജ്യങ്ങൾക്ക് അടിത്തറയിട്ടു. ഇസ്ലാമിക ലോകത്തിന് മാത്രമല്ല, ലോകത്തിലെ ഏതൊരു ഭരണ സംവിധാനത്തിനും നീതിയും ധർമ്മവും അടിസ്ഥാനമാക്കി എങ്ങനെ ഭരണം നടത്താമെന്നതിൻ്റെ ഉത്തമമായ പാഠപുസ്തകമാണ് ഖിലാഫത്തുർ റാഷിദയുടെ യുഗം.